ഒക്ടോബർ 7 കാസർഗോഡ് നിന്നും ആരംഭിച്ച ഈ ധർമ്മ സന്ദേശ യാത്ര ത്യാഗോജ്വലമായി ഇത്രയും ദിവസം നടത്തി കഴിഞ്ഞ 11 ജില്ലകളിൽ ഉണർവും ഉന്മേഷവും ധാർമ്മിക അവബോധവും പകർന്നു നൽകിക്കൊണ്ട് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പാതാളബിന്ദങ്ങളിൽ പ്രണാമ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മഹോദ്യമത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ ധർമ്മ സന്ദേശ യാത്രയെ അനുഗമിക്കുന്ന സനാതന ധർമ്മ ബോധികളായ സനാതന ധർമ്മ സംരക്ഷകരായ എന്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും പ്രണാമങ്ങളും അർപ്പിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പത്തനംതിട്ടയിലെ നല്ലവരായ എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയംഗമമായ പ്രണാമം. ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ഉദ്ദേശം ഇതിനകം നിങ്ങളെല്ലാം കാണുക. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ധാർമ്മികമായ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മിക ജീവിതത്തിൽ ഉതകുന്ന ജ്ഞാന രഹസ്യം പകർന്നു നൽകുക എന്നത് മഹത്തുക്കളുടെ ജീവിത ദൗത്യമാണ്. അവരത് നിർവഹിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചമേറിക്കൊണ്ട് സ്വജീവിതത്തെ സംഘടിച്ചവരാണ് സന്യാസികൾ. ഏവർക്കും അറിയാവുന്നതുപോലെ സത്യദർശികളുടെ നാടാണ് ഭാരതം. അനീതിയും അധർമ്മവും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് അകറ്റാൻ കഴിഞ്ഞാൽ മാത്രം നാം അനുഗ്രഹീതരാകുന്നു. യഥാർത്ഥത്തിൽ ധർമ്മബോധമുള്ളവന് ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. ധർമ്മബോധമുള്ളവന് അച്ചടക്കം ഉണ്ടായിരിക്കും. ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കും. ഇച്ഛാജ്ഞാന ക്രിയാശക്തിയുടെ അനന്ത സംഭരണം അന്തരംഗത്തിൽ ഉണ്ടായിരിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു വിളങ്ങുന്ന ചേതനയെ, ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ചേതനയെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതമാണ് ധാർമ്മികമായ ജീവിതം. അവിടെ കാരുണ്യത്തിന്റെ സ്വരം, അനുകമ്പയുടെ, ദയയുടെ, സത്യത്തിന്റെ, ദാനത്തിന്റെ, വിശുദ്ധിയുടെ സ്വരം അകക്കാമ്പിൽ നിന്ന് സ്വയം ശ്രമിക്കാൻ കഴിയും. അവർ സഹജമായി ദയയുള്ളവരായിരിക്കും, കാരുണ്യമുള്ളവരായിരിക്കും. അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, നിലനിർത്തുന്ന, അതിനെ അദാപ്തി ചെയ്യുന്ന ആ അനന്ത വൈഭവത്തെ അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം. എവിടെ സനാതന ധർമ്മത്തിൽ നിന്നും നാം അകന്ന് സഞ്ചരിക്കുന്നുവോ അവിടെ അഹന്ത, സ്വാർത്ഥത, അധാർമികത, അജ്ഞാനത്തിന്റെ അന്ധകാരം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്നു. അനന്ത കോടി
വിസ്മരിച്ചു പോകുന്നു. അസ്യ ബ്രഹ്മാണ്ഡസ്യ സമന്തതഃ അനന്ത കോടി ബ്രഹ്മാണ്ഡാനി ജ്വലന്തി എന്ന് 10,000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ഋഷീശ്വരന്മാരുടെ നാട്. ഇനിയും സമയം വളരെ കുറച്ചായതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഏതാനും ചില വസ്തുതകൾ നിങ്ങളുമായി ഹൃദയ സംവാദം നടത്തിയിട്ട് അതിന് നമ്മളുടെ കർത്തവ്യ ബോധം ഉത്തരവാദിത്തം എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായി ജീവിതത്തെ പരിവർത്തിതമാക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ചേരുകയാണ്. നമ്മളുടെ ഇപ്പോഴുള്ള മനോഭാവം എന്താണ്? സ്വസ്ഥതയും ശാന്തിയും തനിക്ക് വേണമെന്നുണ്ടോ? സമാധാനം തന്റെ കുടുംബത്തിൽ നിലനിർത്തണമെന്നുണ്ടോ? സമാജത്തെ സമ്പൂർണമായ ശാന്തിയുടെ തരംഗങ്ങൾ നിറയ്ക്കണമെന്നുണ്ടോ? ഉണ്ട് എങ്കിൽ നമ്മളുടെ മനോഭാവം ഇപ്പോഴെങ്ങനെയുള്ളതാണ്? നമ്മളുടെ മനോഭാവത്തിനനുസരിച്ചിരിക്കും നമ്മളുടെ ചിന്ത, ചിന്തയ്ക്കനുസരിച്ചിരിക്കും നമ്മളുടെ വാക്കുകൾ, വാക്കുകൾക്കനുസരിച്ചിരിക്കും നമ്മളുടെ പ്രവൃത്തി, പ്രവൃത്തിക്കനുസരിച്ചിരിക്കും നമ്മളുടെ ശീലം, ശീലത്തിനനുസരിച്ച് സ്വഭാവവും, സ്വഭാവത്തിനനുസരിച്ച് ജീവിതചര്യയും, ജീവിതവും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഇപ്പോഴുള്ള മനോഭാവം എന്ത്? സ്വാർത്ഥതയാണോ? നിസ്വാർത്ഥതയാണോ? ധാർമ്മികതയാണോ? നമ്മളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൂടുതലും അമ്മമാരാണ്. അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷം എത്രമാത്രമാണ്! അവർ വളർന്നു വരുമ്പോൾ അവർ ധാർമ്മികരാണ്, സാമാജിക സേവകരാണ്. അവർ ധാർമ്മിക അവബോധത്തോടുകൂടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമുള്ള ആദർശനിഷ്ഠയുള്ള പൗരത്വബോധമുള്ള പ്രബുദ്ധരാണ് എന്ന് കേൾക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവനൊന്നിനും കൊള്ളാത്തവനാണ് എന്ന് കേൾക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നമ്മുടെ ആഗ്രഹം? നമ്മളുടെ മനോഭാവം ഇനിയും മാറേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഈ സമൂഹത്തിൽ നടമാടുന്ന വിപത്തുകൾ. ക്ഷേത്രങ്ങളിലും മറ്റ് സാമാജിക പ്രസ്ഥാനങ്ങളിലും ഒക്കെ നടമാടുന്ന വിപത്തുകളെ പറ്റി എല്ലാവർക്കും അവബോധമുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു ഭവിക്കുന്നുവെന്ന് സുസൂക്ഷ്മം വിശകലനം ചെയ്ത് അതിനുള്ള ഒരു പരിഹാരം നാം കണ്ടെത്തുക തന്നെ ചെയ്യണം. വളർന്നു വരുന്ന തലമുറ ലഹരി, മദ്യം, മയക്കുമരുന്ന്, മാനസിക രോഗങ്ങൾ, ആത്മഹത്യാ പ്രവണത വർദ്ധിച്ച സമൂഹം, അതുപോലെ തന്നെ എല്ലാ തരത്തിലും അസ്വസ്ഥതയുടെ നെരിപ്പോടും പേറിക്കൊണ്ട് നടക്കുന്ന വ്യക്തി രൂപങ്ങൾ, എങ്ങും സമാധാനമില്ല. ഇതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളം അതിന്റെ തനിമ വിസ്മരിച്ചു പോയി. ഭാരതീയ ദാർശനികത വിസ്മരിച്ചു പോയി. സത്യദർശികളായ ഗുരുക്കന്മാർ നമുക്ക് പകർന്നു നൽകിയ മഹദാദർശങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്നും പ്രാണനിൽ നിന്നും എവിടെയോ ദൂരെ വലിച്ചെറിഞ്ഞിട്ട് എല്ലാ തരത്തിലും അധപ്പതിപ്പിക്കുന്നതിന്, സ്വയം അധപ്പതിക്കുന്നതിന് നാം സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. നാം തിരിച്ചറിയുന്ന പോലുമില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്, സഹോദരങ്ങളോട് ഏതെല്ലാം തരത്തിൽ നാം മാറണമെന്ന് ചെറുതായി 2-3 വാചകങ്ങളിൽ കൂടി പറഞ്ഞുകൊണ്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മളുടെ ഭക്ഷണം ഏത് തരത്തിലുള്ളതാണ്? ഭക്ഷണം പണ്ട് കാലത്ത് ഗൃഹങ്ങളിൽ പാചകം ചെയ്തിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നു എങ്കിൽ ഇന്ന് ആ ഭക്ഷണം കഴിക്കാൻ ആരും തയ്യാറല്ല. പാചകം ചെയ്യാൻ തന്നെ മടിയുള്ളവരായി തീർന്നിരിക്കുന്നു. സ്വഗൃഹത്തിൽ സ്നേഹസമ്പൂർണമായി ഭക്ഷണം പാചകം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന രീതി, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന രീതി ഇനിയും തിരികെ കൊണ്ടുവരണം. മാംസഭക്ഷണത്തിന്റെ ഉപയോഗം ദയവ് ചെയ്ത് ഒഴിവാക്കണം. കഴിയില്ല എങ്കിൽ കുറയ്ക്കണം. കുറച്ച് ഹിംസയിൽ നിന്നും മോചിതരായി ധാർമ്മിക തേജസ്സിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വളർത്തണം. ഭക്ഷണത്തിൽ മാറ്റം വരുത്തണം. രണ്ടാമത് ഭാഷ. ഇന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്ന പല ഭാഷകളുടെയും അർത്ഥം എനിക്കും മനസ്സിലായിട്ടില്ല. അടിപൊളി, കിളിപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് കിളിപോയിന്റെ അർത്ഥം ഇന്നും അറിയുക. എത്ര പ്രൗഢഗംഭീരമായ ഭാഷാ ശൈലിയുള്ള മലയാള മാതാവ്,
നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഏത് തരത്തിലുള്ള സംഗീത രീതി? ശാസ്ത്രീയ സംഗീതത്തിന് പ്രസക്തി ഇല്ലാതായിത്തീർന്നിരിക്കുന്നു. ശാസ്ത്രീയ നൃത്തത്തിനും പ്രസക്തി ഇല്ലാതായിത്തീർന്നു. നൃത്തവും സംഗീതവും മറ്റ് കലാരൂപങ്ങളും അതിന്റെ ചുഴിയിലേക്ക് പോകുമ്പോൾ, ചുഴിയിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ അടുത്തുള്ളവരെ ഉദ്ബോധിപ്പിക്കാൻ അങ്ങനെ പാടില്ല എന്ന് പറയാൻ ആർജവമുള്ളവരായി തീരണം. വേണമോ വേണ്ടയോ? വേണം. അതുപോലെ തന്നെ സാഹിത്യം, വികലമായ സാഹിത്യ ശൈലി, അതിനെ കുറിച്ച് പറയേണ്ട. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ ഗംഭീരമായി ഉപയോഗിക്കണം. ഇന്ന് ചിദാനന്ദ സ്വാമി പറയുകയായിരുന്നു, വിവേകസഹിതമായി ഉപയോഗിക്കണം. തീർച്ചയായിട്ടും വിവേകസഹിതമായി ഉപയോഗിക്കണം. പക്ഷെ ഇന്ന് അതിന് കടന്ന മൊബൈൽ ഉപയോഗം കുടുംബത്തിൽ യാതൊരുവിധ സ്നേഹബന്ധവും ഇല്ലാത്ത തരത്തിൽ അധപ്പതിപ്പിക്കുന്നു. ഇത് ആരും കാണുന്നില്ല. സ്വയം നമ്മൾ ആ മൊബൈലിന് അടിമയായി, ആ യന്ത്രത്തിന് അടിമയായി നമ്മെ നശിപ്പിക്കുന്നു. മനസ്സിന് നിയന്ത്രണമില്ല. ഉണ്ടോ? ഇല്ല. കേവലം മനസ്സിലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കരുത്ത് വരുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ ഈ മഹത്തായ ധാർമ്മിക സത്യത്തെ നമ്മളുടെ അകക്കാമ്പിൽ ഉൾക്കൊള്ളാൻ കഴിയും? ലക്ഷ്യ അവബോധത്തോടു കൂടി കർത്തവ്യ നിർവഹണം നടത്താൻ കഴിയുമോ? ധാർമ്മിക ബോധമുള്ള സന്താനങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ല. ആചാരാനുഷ്ഠാനങ്ങൾ, അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് ക്ഷേത്ര സങ്കേതങ്ങളിൽ, മറ്റ് ആധ്യാത്മിക കേന്ദ്രങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുമ്പോഴും അവിടെയുള്ള സംഗീത, നൃത്ത, കലാരൂപങ്ങളെല്ലാം നമ്മളുടെ സനാതന ധർമ്മത്തിന് യോജിച്ചതല്ല. നമ്മളുടെ ആർഷദർശന പാരമ്പര്യത്തിന് യോജിച്ച തരത്തിലുള്ള സനാതന ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്ന കലാരൂപങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിൽ ജപം നടത്തുമ്പോൾ നാരായണീയ പാരായണ സമിതിയിലെ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അർത്ഥഭാവനയോടുകൂടി ജപിക്കണം. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ജപിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. എല്ലാ ഗൃഹത്തിലും ജപ സാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പണ്ട് കാലത്ത് അത് നിലനിന്നിരുന്നു, ഇപ്പോഴത് നടക്കുന്നില്ല. എന്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അരമണിക്കൂറിരുന്ന് ജപിച്ചുകൂടാ? എല്ലാറ്റിനും സമയമുണ്ട്, എന്നിട്ട് സമയമില്ല എന്ന ജൽപ്പനവും. എല്ലാറ്റിനും സമയമുണ്ട്, സമയമില്ല എന്ന ജൽപ്പനവും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ആചാരാനുഷ്ഠാനങ്ങൾ, ജീവിതചര്യ, ഇതിൽ ജപം കൃത്യമായി ഉൾക്കൊണ്ടുവരണം. ഈ 7 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഭക്ഷണം, ഭാഷ, വേഷം, കല, സാഹിത്യം, ആചാരാനുഷ്ഠാനങ്ങൾ, ജീവിതചര്യ. മാത്രവുമല്ല, ഇനി ജനിക്കാൻ പോകുന്ന സന്തതി പരമ്പരയ്ക്ക് എങ്ങനെ നിങ്ങൾ കൊടുങ്ങനെ ഒരു ധാർമ്മിക അവബോധം നൽകും? ഹിന്ദു സാമാജിക നേതൃത്വത്തിൽ, ഇന്ന് സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ അല്ലാതെ തന്നെ പല രീതിയിലും വിവാഹ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. വിവാഹം നടക്കുന്നത് അങ്ങനെയാണ്. അവിടെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൃത്യമായി നടപ്പിലാക്കണം. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വിവാഹ പൂർവ്വ കൗൺസിലിംഗ് നടപ്പിലാക്കിയാൽ എങ്ങനെ സന്താനങ്ങളെ ജനിപ്പിക്കാം, എങ്ങനെയാണ് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്നുള്ള പാഠങ്ങൾ ധാർമ്മിക ആചാര്യന്മാരിൽ നിന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഈ ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വിവാഹ ബന്ധ മോചനം കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമുക്ക് നടത്താൻ കഴിയണം. അതുകൊണ്ട് ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, ഒന്നാമത്തെ ശ്ലോകം എല്ലാവർക്കും അറിയാമെന്ന് പറയാം. ഏതാണ് ഒന്നാമത്തെ ശ്ലോകം? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ. ഒന്നാമത്തെ വരി എടുക്കൂ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. പണ്ഡിതന്മാർ ഇതിനെ ഇങ്ങനെയും വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയുമോ? ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മകുരു. എന്താ? ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മകുരു. നിങ്ങൾ ഏത് ഫീൽഡ് ഓഫ് ആക്ടിവിറ്റിയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, വിദ്യാർത്ഥി ആയിരിക്കട്ടെ, യുവാവായിരിക്കട്ടെ, രാഷ്ട്രീയക്കാരനായിരിക്കട്ടെ, കർഷകനായിരിക്കട്ടെ, മാതാവായിരിക്കട്ടെ, പിതാവായിരിക്കട്ടെ, സഹോദരനായിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉത്തരവാദിത്തം ധാർമ്മിക അവബോധത്തോടു കൂടി നിർവഹിക്കണം. അമ്മയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ?
പിതാവ് പിതാവിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ? സഹോദരൻ സഹോദരി എന്തുകൊണ്ട് ഇന്ന് സമയമില്ലാതെയായി തീർന്നിരിക്കുന്നു? നമ്മളുടെ മനോഭാവത്തിന് മാറ്റം വരണം. നമ്മളുടെ മനോഭാവത്തിന് മാറ്റം വരണം. ഇന്ന് സർവ്വ രാജ്യങ്ങളും നമ്മളുടെ സനാതന ധർമ്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. ലോക ഗുരു സ്ഥാനത്തേക്ക്, വിശ്വഗുരു സ്ഥാനത്തേക്ക് ഭാരതം ഉയരുക തന്നെയാണ്. പക്ഷേ ഭാരതത്തിൽ എങ്ങനെയാണ് സ്ഥിതി? ഭാരതത്തിൽ ജനിച്ച എത്ര പേർ മഹാഭാരതത്തിന്റെ അന്തസാരം ഗ്രഹിക്കുന്നു? ഒരു കാരണവശാലും നാം ആരുടെയും കുറ്റമെന്ന് പറയത്തില്ല. ധർമ്മബോധികൾ പ്രതികാരമില്ലാത്തവരാണ്, അടുത്തരാഗമില്ലാത്തവരാണ്. അതുകൊണ്ട് സ്വാർത്ഥത അകലണം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന്. അങ്ങനെയെങ്കിൽ ഗൃഹത്തിൽ സഹജമായ സ്നേഹം വരും, ക്ഷമ വരും, സഹോദര്യം വരും. അല്ലേ? സ്വാർത്ഥതയല്ലേ ക്ഷമിക്കാൻ കഴിയാത്തതിന് കാരണം? സ്വാർത്ഥതയല്ലേ തിരിച്ചയില്ലാത്തതിന് കാരണം? അതുകൊണ്ട് തീർച്ചയായിട്ടും സ്നേഹസ്വരൂപികളായ എല്ലാവരോടും പറയുന്നു, ധർമ്മ വിലോപികൾ ജീവന്മാരെ, ധർമ്മ വിലോപികൾ ജീവന്മാരെ, കർമ്മകലാപത്തി മഴയിൽ, ധർമ്മ വിലോപികൾ ജീവന്മാരെ, കർമ്മകലാപത്തി മഴയിൽ, ജന്മ ജരാ മരണാദി മരിക്കാൻ മർമ്മമറിഞ്ഞു നടക്കേണം. ജന്മ ജരാ മരണാദി മരിക്കാൻ മർമ്മമറിഞ്ഞു നടക്കേണം. സമയം അതിക്രമിക്കുന്നു, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും എനിക്ക് ഏത് സനാതന ധർമ്മബോധികളെ, ഹിന്ദുത്വ അവബോധമുള്ളവരെ കണ്ടാലും നമ്മളുടെ അടൽജി പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് ഉച്ചരിക്കാൻ സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം പറയുകയാണ്, ए भारत का जमीन एक टुकड़ा नहीं है, धरती का टुकड़ा नहीं है. जमीन മണ്ണിന്റെ കഷണമല്ല ഈ ഭാരതം. ഈ ഭാരതം ए वंदन की धरती है, अभिनंदन की धरती है. ഈ വന്ദനത്തിന്റെ ഭൂമിയാണ്, അഭിനന്ദനത്തിന്റെ ഭൂമിയാണ്.